ദൃശ്യക്കൊലക്കേസിലെ പ്രതി വിനീഷിനെ കോഴിക്കോട് ഇന്നെത്തിച്ചു. മുംബൈയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മീൻപിടുത്ത ബോട്ടിലെ തൊഴിലാളിയായി ഒളിവിൽ കഴിയുകയായിരുന്നു. അഞ്ജന സുമാനുണ്ട്. അഞ്ജന, മഹാരാഷ്ട്രയിലെ റെയിൽവേ പോലീസിൻ്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോഴിക്കോട് എത്തിയതിനു ശേഷമുള്ള തുടർ നടപടികൾ എന്താണ്? രതീഷ്, ഇന്നൊരു 2:45 കൂടിയാണ് പ്രതിയെ കോഴിക്കോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ഇപ്പോൾ ACP മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലാണ് പ്രതി ഉള്ളത്. അധികം വൈകാതെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയാണ് മുംബൈയിൽ നിന്നും പ്രതി പിടിയിലാകുന്നത്. മുംബൈ റെയിൽവേ പോലീസിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ ഡിസംബർ 29-ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ പിടികൂടാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കായത്. കഴിഞ്ഞ ഏതാണ്ട് 2.5 മാസക്കാലമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പ്രത്യേക സംഘം തന്നെ ഇതിന് വേണ്ടി രൂപീകരിച്ച് അവർ ഇതിന് പിന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് കുറേ കാലം അവിടെ താമസിച്ച് വരികയായിരുന്നു പ്രതിയെ പിടികൂടാനായി. അങ്ങനെയാണ് ഇന്നലെ രാവിലെയോടെ പ്രതി പോലീസിന്റെ വലയിലായത്. മുംബൈയിൽ മത്സ്യബന്ധന ബോട്ടിൽ ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു വിനീഷ്. അവിടെ ചാർലി എന്ന പേരിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ അയാൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. പിന്നീട് അവിടെ നിന്നും മംഗലാപുരത്തേക്ക് ട്രെയിൻ മാർഗം സഞ്ചരിക്കുകയായിരുന്നു. ഒരു CCTV ദൃശ്യങ്ങളിൽ പോലും ഇയാളുടെ മുഖം പതിയുകയോ അത്തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഇത്, പ്രതിയെ പിടികൂടുക എന്നുള്ളത്. പോലീസിനേറെ പഴി കേട്ട ഒരു സംഭവം കൂടിയാണ്. 2021-ലാണ് ദൃശ്യ കൊലപാതകം ഉണ്ടാകുന്നത്. ഏറെ ബുദ്ധിമാനായ ഒരു കുറ്റവാളി എന്നുകൂടിയാണ് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ പ്രതിയെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല പ്രതി എന്നുള്ളതാണ്. ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ട്രേസ് ചെയ്ത് പോലീസിന് വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് അറിയാവുന്ന പ്രതി മനഃപൂർവ്വം ഫോൺ ഉപയോഗിക്കാതെ കയ്യിലുണ്ടായിരുന്ന ഫോൺ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ ഫോണുകളിൽ നിന്നൊക്കെ ബന്ധുക്കളെയും മറ്റും വിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ചും വാട്സപ്പ് കോളായിരുന്നു പ്രതി ചെയ്തിരുന്നത്. അത്തരത്തിലാവുമ്പോൾ പോലീസിന് ഒരു അന്വേഷണം നടത്താൻ സാധിക്കില്ല. പെട്ടെന്നൊന്നും തന്നെ പ്രതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പോലീസിനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നലെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ വലയിൽ പ്രതിയായിരിക്കുന്നത്.